നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ സമൂഹമാധ്യമം വഴി അധിക്ഷേപ പരാമർശം. വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് കേസിൽ ഫാഷൻ ഡിസൈനർ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്നിലെ ഹംസ മുസമ്മലാണ് പിടിയിലായത്. അടൂർ സ്കൂളിലെ കുരുന്നുകൾക്ക് അഭിമാനം നിറഞ്ഞ പുഞ്ചിരി. 6ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ മുഖചിത്രമായി സ്കൂളിലെ കുരുന്നുകൾ തീർത്ത കളിമൺ വിസ്മയം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ കസ്റ്റഡിയിൽ. വെള്ളരിക്കുണ്ട് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പരാമർശങ്ങൾ വിവാദമായതിന് പിന്നാലെ പവിത്രനെ സർവീസിൽ നിന്നും സസ്പെൻഡും ചെയ്തിരുന്നു. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ നഴ്സ് രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളരിക്കുണ്ട് പോലീസാണ് പവിത്രനെ താലൂക്ക് ഓഫീസിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. NSS ഹൊസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. പ്രതിയെ ഹൊസ്ദുർഗ് പോലീസിന് കൈമാറും. പവി അനന്താശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. ജാതി അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പരാമർശം. പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകുകയും റവന്യൂ മന്ത്രി K രാജന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നുവെന്നും റവന്യൂ മന്ത്രി K രാജൻ സമൂഹമാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തിരുന്നു. പവിത്രൻ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. കാഞ്ഞങ്ങാട് MLAയും മുൻമന്ത്രിയുമായ E ചന്ദ്രശേഖരനെതിരെ സമൂഹമാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിന് നേരത്തെ പവിത്രനെതിരെ നടപടിയെടുത്തിരുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് 1 മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അധിക്ഷേപ പോസ്റ്റ് കൂടി ഇയാൾ പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മയക്കുമരുന്ന് കേസിൽ ഫാഷൻ ഡിസൈനർ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്ന് അഴീക്കോട് ചക്കരപ്പാറയിലെ ഹംസ മുസമ്മലാണ് പിടിയിലായത്. 2025 ഫെബ്രുവരിയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രതികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്ന മുഖ്യപ്രതിയാണ് ഇയാൾ. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CKയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ണൂരിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. ബംഗളൂരുവിൽ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്തു വന്ന ഹംസ മുസമ്മൽ ഇതിന്റെ മറവിൽ വലിയ തോതിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാളുടെ 4 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തിയതായും ലാഭം നേടിയതായും കണ്ടെത്തി. മഞ്ചേശ്വരം മീഞ്ചയിൽ സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 74.8 ഗ്രാം MDMA പിടികൂടിയ കേസിൽ പ്രതികളായ മിയാപദവ്, മൂടമ്പയൽ ബേരിക്കയിലെ സയ്യിദ് ഹഫ്രീസ്, മുഹമ്മദ് സമീർ എന്നിവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയിരുന്നത് മുസമ്മലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ കേരളത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 6ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ മുഖചിത്രമായി അടൂർ സ്കൂളിലെ കുരുന്നുകൾ തീർത്ത കളിമൺ വിസ്മയം. കലാവിദ്യാഭ്യാസം എന്ന 6ാം തരത്തിലെ പാഠപുസ്തകത്തിലാണ് സ്കൂളിൽ കളിമൺ ടൈലുകൾ കൊണ്ട് തീർത്ത മതിൽ മുഖചിത്രമാവുന്നത്. തരത്തിലെ പാഠപുസ്തകം കാണുമ്പോൾ GHSS അടൂരിലെ കുരുന്നുകൾക്ക് അഭിമാനം പൂണ്ട പുഞ്ചിരിയാണ്.
സ്കൂളിലെ പ്രവേശന കവാടത്തിന്റെ ഭിത്തിയിൽ കുട്ടികൾ ഒരുക്കിയ കളിമൺ വിസ്മയമാണ് പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പുസ്തകങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയ്ക്കുള്ള അംഗീകാരമായാണ് അവർ രൂപകൽപ്പന ചെയ്ത കളിമൺ ടൈലുകളുടെ ചിത്രം പാഠപുസ്തകത്തിന്റെ മുഖചിത്രമാകുന്നത്. 2014 ഒക്ടോബറിൽ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ട്രസ് പാസേഴ്സുമായി സഹകരിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച പട്ടാങ്ക ക്യാമ്പിലാണ് കലാസൃഷ്ടിയൊരുക്കിയത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച 400-ലധികം ഷഡ്ഭുജ ആകൃതിയിലുള്ള കളിമൺ ടൈലുകൾ സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്ന മതിലിൽ സ്ഥാപിക്കുകയായിരുന്നു. 300 കുട്ടികളുടെ ശ്രമകരമായ ദൗത്യമാണ് ഈ കലാവിസ്മയം. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഏറ്റവും വലിയ കളിമൺ ടൈൽ മതിലെന്നും ഈ കലാവിസ്മയം അറിയപ്പെടുന്നുണ്ട്. കലയിലും കരകൗശലത്തിലും കുട്ടികളുടെ പങ്കാളിത്തം പ്രകടമാക്കിയതിനാലാണ് ചിത്രം തിരഞ്ഞെടുത്തതെന്നും കുട്ടികളെ കലയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ ഇത് പ്രേരിപ്പിക്കുമെന്നും മുഖചിത്രം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് SCRT അധികൃതർ പറഞ്ഞു. സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന വിഷ്ണുപ്രിയൻ ഒരുക്കിയ ഗാന്ധിയുടെയും അംബേദ്കറിന്റെയും ചിത്രം സ്കൂളിന്റെ ചുവരുകളിൽ ജീവൻ തുടിച്ചു നിൽക്കുന്നുണ്ട്. ചായം കൊണ്ട് ചാലിച്ച കുഞ്ഞു മനസ്സിലെ രൂപങ്ങളും ഒരു ചുവരിനെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലേക്ക് വരച്ചു വച്ചിട്ടുണ്ട് അടൂർ സ്കൂളിന്റെ ചുവരിൽ. അടൂരിലെ കുഞ്ഞു കലാകാരന്മാർക്കും പിന്തുണ നൽകിയ സ്കൂളിനും നാടിനുമുള്ള അംഗീകാരമാണിതെന്ന് കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന K. വിഷ്ണുപ്രിയൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് നഗരത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡായ കറന്തക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കിപ്പണിത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നതിന്റെ അഴിമതി കണ്ടെത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, കാസർഗോഡ് നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുക, നഗരത്തിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണുക, തകർന്ന ഓവുചാലുകൾ പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കുക, പുതിയ ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കുവാനുള്ള സംവിധാനമുണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നഗരസഭ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഒരു നല്ല രീതിയിലുള്ള പണികൾ എടുക്കാനുള്ള കരാറുകാരന് കൊടുക്കണം. കമ്മീഷൻ കിട്ടുന്നവർക്ക് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. രാത്രി കാലങ്ങളിലായി കഴിഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ചില സ്ഥലങ്ങൾ മാറുകയാണ്. കാരണം ചില ആളുകൾ പോകാൻ പേടിക്കുകയാണ്. കാരണം ലൈറ്റുകളില്ല. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ് നഗരസഭയ്ക്ക് പറ്റുന്നത്? നിങ്ങൾക്ക് ഈ മാസത്തിൽ കൂടുന്ന യോഗത്തിൽ നിങ്ങളുടെ ബോർഡുകൾ ഏത് പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇവിടെ പൊതുജനത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് നിറവേറ്റിയില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇനി വരുന്നത്. അതിശക്തമായ ഒരു രീതിയിലുള്ള തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് സമരം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ ഉപാധ്യക്ഷൻ K. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ A. കേശവ, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ ട്രഷറർ വിശ്വനാഥ ഷെട്ടി K, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ദിനേശ് ബംബ്രാണ എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ, ഹരീഷ് കുതിരപ്പാടി, BMS ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയ്നാച്ചി, BMS ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് ചെർക്കള, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ അധ്യക്ഷൻ SK ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ബാബുമോൻ ചെങ്കള സ്വാഗതവും BMS ടൗൺ സെക്രട്ടറി മനോജ് JP നഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 9-നാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുന്നത്. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമരസമിതിയുടെ കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷനിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു.
AITUC മണ്ഡലം കമ്മിറ്റി അംഗം എ മധുസൂദനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം ഏരിയ സെക്രട്ടറി എ രവീന്ദ്രൻ, PD രതീഷ് കുമാർ, PV കുഞ്ഞമ്പു, AR ധന്യവാദ്, M ലളിത, KN പ്രഭാകരൻ, K ഗംഗാധരൻ, AP റഫീഖ്, K ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി M രാജഗോപാൽ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറി തുറന്നു. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. അത്യാഹിതങ്ങളിലും അല്ലാതെയും മുഴുവൻ സമയ സേവകരായ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ 15 ലക്ഷം രൂപ ചെലവിൽ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറിയാണ് M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തത്. ആസ്തി വികസന ഫണ്ട് ഇങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളുടെ കെട്ടിടത്തിനകത്ത് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താ വഴി എന്നാലോചിച്ചു. അപ്പോൾ പിന്നെ പ്രത്യേക അനുമതി വേണം സർക്കാർ. സാധാരണഗതിയിൽ എളുപ്പത്തിൽ കിട്ടില്ലെങ്കിലും നല്ലൊരു ശ്രമം നടത്തി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി. കാരണം നാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സർക്കാർ ജീവനക്കാരാണ് അഗ്നിശമന സേനാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ. അവർക്ക് അവരുടെ ഈ ജോലി വ്യാപൃതരായി വന്നൊന്ന് വിശ്രമിക്കാൻ, ഒന്ന് തലചായ്ക്കാൻ ഉള്ള ഒരിടം സൗകര്യപ്രദമായില്ലെങ്കിൽ അതിൻ്റെ ഒരു കഷ്ടപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ P രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ, കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സെക്രട്ടറി PV പവിത്രൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ MK ശ്രുതി, തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വിശ്രമമുറി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരെ ആദരിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരം രചിച്ച തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരന് ചടങ്ങിൽ റിക്രിയേഷൻ ക്ലബിന്റെ ഉപഹാരവും MLA നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പതിറ്റാണ്ടുകളായി കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തി വന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2 വാർഷിക പദ്ധതികളിലായി 27 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരണം നടത്തിയത്. നീന്തൽ പരിശീലനത്തിനും പ്രഭാത സായാഹ്ന നടത്തത്തിനും സൗകര്യമുള്ള കുളവും പരിസരവും നവീകരിച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. 1.38 ഏക്കർ വിസ്തീർണമുള്ള കുളത്തിന് ചുറ്റുമായി 175 മീറ്റർ നടപ്പാത, ചുറ്റുമതിൽ, 267 മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് എന്നിവ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷം രൂപയും 2ാം ഘട്ട പ്രവർത്തനത്തിന് 7 ലക്ഷം രൂപയുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസ് മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് മണ്ണ് സംരക്ഷണ ഓഫീസറാണ് കുളം നവീകരണം നടപ്പിലാക്കിയത്. വിനോദസഞ്ചാര സാധ്യത കൂടി കണക്കിലെടുത്ത് 5 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക്, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ ക്രമീകരിക്കാനാണ് തുക വിനിയോഗിക്കുക. കാപ്പുകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതി ബജറ്റ് തന്നെ തയ്യാറാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പ്രകൃതി സൗഹൃദമായ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും എല്ലാം മുൻനിർത്തി ഒരു മിഷൻ തന്നെ രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PP കുഞ്ഞികൃഷ്ണൻ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ TP ആയിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെർക്കള ബേർക്ക ഷംസുലുലമ അൽബീർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും ഉത്സവ നിറവിൽ നടന്നു. ഉസ്താദ് അബ്ദുൽ നാസർ യമാനി ഉദ്ഘാടനം ചെയ്തു. അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു. ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള ചെർക്കള ബേർക്ക ഷംസുലുലമ അൽബീർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു. ഉസ്താദ് അബ്ദുൽ നാസർ യാമനി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ജമാഅത്ത് ഖത്തീബ് കാസിം ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു. ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസി കുട്ടികൾക്ക് മധുരം നൽകി ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് പഠനാരംഭം കുറിച്ചു. രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ 18ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് MN സ്മാരക മന്ദിരത്തിലായിരുന്നു യോഗം ചേർന്നത്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ 18ാം വാർഷിക പൊതുയോഗം നടന്നു. ഹൊസ്ദുർഗ് MN സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു പൊതുയോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് N വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നമുക്ക് ഒരു 3% ഈ ഏപ്രിൽ മാസത്തിൽ 4% രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ നമുക്ക് 2 ഗഡു അവിടെ തന്നെ കിട്ടി. പക്ഷേ അതിൻ്റെ കുടിശ്ശിക ആദ്യത്തേത് 31 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് ഏപ്രിൽ തൊട്ട് നമുക്ക് കിട്ടിയ ക്ഷാമബത്ത 4%. അതിന് 33 മാസത്തെ കുടിശ്ശിക. ഈ കുടിശ്ശിക എപ്പോൾ തരും എന്നുള്ള രാജ്യത്തെ പറ്റി ഇതുവരെ ഒരു ഉത്തരവും അല്ലെങ്കിൽ തീരുമാനവും വന്നിട്ടില്ല എന്നുള്ളത്. സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ MD പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ തീർക്കാനൊരുങ്ങി യുവ കർഷകൻ അനീഷ് അജാനൂർ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് യുവ കർഷകനായ അനീഷ് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത്. രാവണേശ്വരം മാക്കിയൽ കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 60 സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. ദീപം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഉടമ കൂടിയാണ് അനീഷ്. ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ എല്ലാം തന്നെ നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ നടന്നു വരികയാണ്. പൂപ്പൊലി പുഷ്പകൃഷി എന്ന നിലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പൂവിൻ്റെ തൈ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, പഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ P മിനി എന്നിവർ സംസാരിച്ചു. അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു. മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചും ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടുമുള്ള അനീഷിന്റെ ചെണ്ടുമല്ലി കൃഷി യുവതലമുറയ്ക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് മൽഹാർ 2K25 കലോത്സവം നടന്നു. കാണികൾക്ക് കൗതുകമായി വിവിധ മത്സര ഇനങ്ങളും നടന്നു. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് കലോത്സവം മൽഹാർ 2K25 ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത്. തൃക്കരിപ്പൂർ MLA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ മഴയുടെ അന്തരീക്ഷമായിട്ട് അത് ബന്ധപ്പെടുന്ന സംഗീതത്തിലൊരു രാഗമാണ് മൽഹാർ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കണം എന്തായാലും നിങ്ങൾ ഇതിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രസക്തമായ ഒരു പേരാണ്. കാരണം മഴയുടെ ഒരു പശ്ചാത്തല സംഗീതത്തോടെയാണ് നമ്മൾ ഇത് അല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസം മഴ ഉണ്ടായില്ല, നിങ്ങളുടെ കലോത്സവം നടക്കുമ്പോൾ മഴ പെയ്യും. അപ്പോൾ മഴയുടെ ഒരു പശ്ചാത്തല സംഗീതം കൂടി അകമ്പടിയായിട്ട് അല്ലെങ്കിൽ പിൻബലമായിട്ട് പിന്തുണയായിട്ട് നമ്മുടെ കലോത്സവത്തിനുണ്ട് എന്നുള്ളതാണ്. സഹകരണ പരിശീലനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. സഹകരണ മേഖലയാണെങ്കിൽ സഹകരണ സ്പർശം ഏൽക്കാത്ത ഒരു കുടുംബം പോലും കേരളീയ സമൂഹത്തിലില്ല. കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം CV ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, PTA പ്രസിഡന്റ് M ബിന്ദു എന്നിവർ സംസാരിച്ചു. പ്ലാനിംഗ് ഫോറം കൺവീനർ KP നന്ദഗോപൻ സ്വാഗതവും K മുഹമ്മദ് റമീസ് നന്ദിയും പറഞ്ഞു. വിവിധ രചനാ മത്സരങ്ങൾ, പ്രസംഗം, ലളിതഗാനം, കവിതാ പാരായണം, തിരുവാതിര, നാടൻപാട്ട്, സ്ക്രിപ്റ്റ്, കൈകൊട്ടിക്കളി തുടങ്ങിയ 25 ഇനങ്ങളിലായി 85 മത്സരാർത്ഥികൾ പങ്കെടുത്തു. യുവതാര, യവനിക 2 ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ സമൂഹമാധ്യമം വഴി അധിക്ഷേപ പരാമർശം. വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രൻ കസ്റ്റഡിയിൽ. മയക്കുമരുന്ന് കേസിൽ ഫാഷൻ ഡിസൈനർ മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്നിലെ ഹംസ മുസമ്മലാണ് പിടിയിലായത്. അടൂർ സ്കൂളിലെ കുരുന്നുകൾക്ക് അഭിമാനം നിറഞ്ഞ പുഞ്ചിരി. 6ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ മുഖചിത്രമായി സ്കൂളിലെ കുരുന്നുകൾ തീർത്ത കളിമൺ വിസ്മയം. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റി നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംയുക്ത സമരസമിതി കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.